ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ഓയിലും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള നന്നായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞതിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് പൊരിച്ചെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണീൻ്റെ മേലൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കറിവേപ്പിലയും കൂടെ മൂത്ത് വന്നിട്ട് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് നെയ്യിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി എല്ലാം ഒന്ന് കോരി മാറ്റിയിട്ട് അതേ ഓയിലിക്ക് തന്നെ ഞാൻ ഒരു കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 5 ഏലക്ക, ഒരു 5 ഗ്രാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 കപ്പ് അരിയിലാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്കുള്ള അളവാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിയുടെ അളവ് കൂട്ടുമ്പോൾ മസാലയുടെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറിലേക്ക് ഇഞ്ചി ചേർക്കണ്ട കേട്ടോ. വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മണം അതുപോലെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. വെറും 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. ഉള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മുളകിൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ഉണക്കമുളക് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു മാറ്റിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ എരിവില്ലാത്ത മുളകാണെങ്കിൽ കുരുവോട് കൂടി തന്നെ ചെയ്യാം നമുക്ക്. അപ്പോൾ മുളകിൻ്റെ പേസ്റ്റ് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എരിവ് കൂടുതലുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ മുളകിൻ്റെ ആ ഒരു പച്ചമണക്ക് മാറുന്ന വരെ നല്ല പോലെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട. കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തൊണ്ടൊക്കെ നല്ല ബുദ്ധിമുട്ടേക്കാരം കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ല് അപ്പോൾ ചുമയൊക്കെ വരും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല പോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ അളന്നെടുത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇനി അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരുണ്ടാവും. എന്നിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുതിർത്ത് വാരി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴുകിയിട്ടൊന്ന് വാരിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജീരകശാലയിൽ ചെയ്യുക, ബസ്മതിയിൽ ചെയ്യുക, അതുപോലെ തന്നെ അരി വറുത്തിട്ടുള്ള നെയ്ച്ചോറാക്കിയിട്ടും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അരി വറുത്തിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ടൊന്ന് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. റൈസ് നന്നായിട്ട് വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ റൈസൊക്കെ ഉടയാണ്ട് തന്നെ നല്ല പോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അതുപോലെ എടുക്കുന്ന അരി നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ എടുക്കുക. എന്നാൽ പശയൊന്നും ഇല്ലാത്ത നല്ല അരിയാവുമ്പോൾ നമുക്ക് നെയ്ച്ചോറും തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ഒന്നൊന്നിനോട് തൊടാണ്ട് നല്ല വറ്റുകളായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, അതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നെയ്ച്ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് തുറന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണെങ്കിൽ അതാവും നന്നാവുക കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുകയാണെന്ന് മാത്രം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ പപ്പടും തൈരും ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. ചിക്കനോ ബീഫോ ഒന്നും ആവശ്യമില്ല. ഇനി ഒരു വെറും മുട്ട റോസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.